യെസ്, അങ്ങനെ 6 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് കിട്ടിയിരിക്കുകയാണ് എൻ്റെ വീക്ക് ഓഫ്. ഞാനിങ്ങനെ ദിവസം തന്നെയാണ് എൻ്റെ വീക്ക് ഓഫ് ആവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത്. സാധാരണ എപ്പോഴും ഞാൻ വീക്ക് ഓഫിന് വീട്ടിൽ പോകുക, കിടന്നുറങ്ങുക, ഫുഡ് കഴിക്കുക, തിരിച്ചു പോകുക, ഇതാണ് മെയിൻ പരിപാടി. ഇത്തവണ ഞാൻ റൂട്ട് മാറ്റി ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. വേറൊന്നുമല്ല, കൈകാൽ വേദന തുടങ്ങിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഡോക്ടറിനെ കാണിച്ച് ഒരു ലോഡ് മരുന്നും കിട്ടി. അതുകൊണ്ട് വീട്ടിൽ വന്ന് ബ്രെഡും സ്റ്റൂവും കഴിച്ച് കുറച്ച് മരുന്നും എടുത്ത് വായിലിട്ട് വിഴുങ്ങിയിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് നിങ്ങളീ കാണുന്നത്. ഇതിന് ശേഷം എനിക്കിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണമായിരുന്നു. ഡോക്ടർ എൻ്റെ തൈറോയ്ഡ് അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ കുബ്രിയുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഇപ്പോഴാണ് ഗൈസ് കാണുന്നത് ശരിക്കും ഒന്ന്. യെസ്, ഒരു 6 കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങളെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ചേർത്തലയിൽ അച്ഛന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ, പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അങ്ങനെ എനിക്ക് കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അല്ലറ ചില്ലറ പലചരക്ക് സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ, പിന്നെ അമ്മയ്ക്ക് എന്തോ ഒരു പാറ്റേൺ വെട്ടുന്ന സാധനമൊക്കെ മേടിക്കാനൊക്കെ പോയി. അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നല്ലൊരു പായസമൊക്കെ അമ്മ ഉണ്ടാക്കി തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാലട പായസം. പിന്നെ ഈ ഒരാഴ്ച ഞാൻ നോക്കിയിരുന്ന മെയിൻ സാധനമാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് അൽക്കുൽക്ക സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്, അത്യാവശ്യത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ കിട്ടി, അതൊക്കെ തുറന്ന് നോക്കി. പിന്നെ ഏതോ ഒരു വെബ് സീരീസും കണ്ടി ഞാൻ കിടന്ന് ഉറങ്ങി ഗൈസ്. അത്രയേ ഉള്ളൂ. ബൈ.